നേരെ പകരം സകല പാപങ്ങളും ക്ഷമിക്കുന്നവനാ ദൈവം. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ യേശുനാഥൻ ക്ഷമയരുളും നിശ്ചയമായി മന്മയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. മന്മയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് തുല്യൻ ആരുള്ളൂ? പാപം മോചിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് തുല്യൻ ആരുള്ളൂ? ഒരു കാര്യത്തോടെ പറഞ്ഞ ആ ഭാഗം വിടാം, ഒത്തിരി പറയാനുണ്ട്. സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലെ വേറെ ആരുണ്ട്? വേറെ ആര് ഒന്ന് ഒപ്പത്തിനൊന്ന് നിർത്തിക്ക്. അതിനാ പറയാം, മറ്റുള്ളവരെല്ലാം ഓരോ വിഭാഗക്കാരെയാ സ്നേഹിക്കുന്നത്, ഇല്ലേ? അവര് മതി, അവരിപ്പം വേണ്ട. അവര് പുറത്തൂടെ ഒക്കെ നടന്നോളും. അവരെ അകത്തോട്ട് കയറ്റി വിടണം. മറ്റവരെ അടുപ്പിക്കരുത്. മറ്റവരാണ് അത് വേറെ. അതോ ഒന്നും ഞാനെല്ലാം പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. പക്ഷെ ദൈവം അങ്ങനല്ല. സകല മനുഷ്യനെ സ്നേഹിക്കുക. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നിരീശ്വരവാദിയെന്നോ അക്രൈസ്തവനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ നിരീശ്വരവാദി ഒന്നും ദൈവത്തിന് വകതിരിവില്ല, ഭേദമില്ലെന്ന്. അവിടുത്തെ അടുക്കൽ വരുന്ന എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടും.